ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ട് കുറേ കാലത്തിന് ശേഷം നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. 100 വണ്ടി. ഓഫ് കോഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. അതായത് റോയൽ എൻഫീൽഡ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഇവിടെ ഇത്ര കാലം എനിക്കിഷ്ടം ഒബ്വിയസ്ലി ഇൻ്റർസെപ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സംതിങ് എൽസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് വീൽ ബേസ് ഒക്കെ കുറച്ച്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറഞ്ഞ് ശരിക്കും ഒരു റോഡ്സ്റ്റർ ഫീൽ ചെയ്യുന്നൊരു മോട്ടോർ സൈക്കിളാണ്. അതായത് ഒരു മോഡേൺ എലമെൻറ്റും ഒരു റെട്രോ എലമെൻറ്റും എങ്ങനെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കണം എന്നുള്ളൊരു കാര്യം റോയൽ എൻഫീൽഡിന് നന്നായിട്ട് അറിയാം. ബിക്കോസ് ഈ വണ്ടി നോക്കിയാൽ മതി. അതായത് നമ്മൾ ഇത്രയും റോയൽ എൻഫീൽഡ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ വെയിറ്റുള്ളൊരു വണ്ടി, ഓടിക്കാൻ പാടുള്ളൊരു വണ്ടി, ഹാൻഡ്ലിങ് GT ഒക്കെ വന്നപ്പോൾ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഓക്കെ റോയൽ എൻഫീൽഡ് ക്യാൻ ഹാൻഡിൽ വെൽ. പക്ഷേ ഇതും കൂടി വന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു കാര്യം ക്ലിയർ ചെയ്തു. അതായത് വി നോ ഹൗ ടു മേക്ക് എ ഗുഡ് ഹാൻഡ്ലിംഗ് മോട്ടോർ സൈക്കിൾ എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ലുക്കിനെ പറ്റി എന്നും പറയാനാണെങ്കിൽ റൗണ്ട് ഹെഡ്ലൈറ്റ്സ്, ടയേഴ്സ് 17 ഇഞ്ചസ് ടയേഴ്സ്, യെസ് ദാറ്റ്സ് എ തിങ്. ബിക്കോസ് ഇനി നമുക്ക് നല്ല ടയേഴ്സ് ഇടാം, നല്ല രീതിയിൽ കോർണറും കാര്യങ്ങളൊക്കെ എടുക്കാം, സ്ക്രേപ്പ് ചെയ്ത് പോകാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കോർണറിങ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ ആയിട്ട് ഒരുപാട് എന്താ പറയണ്ടേ എക്സ്ട്രാ സാധനങ്ങളും ഫിറ്റിങ്സും ഒക്കെ ഉണ്ട്. അതായത് ഫ്രം ക്രാഷ് ഗാർഡ്സ് ടു ബാക്ക് റെസ്റ്റ്, അതേപോലെ തന്നെ സം ഗാർഡ്സ്, വിൻഡ് വൈസേഴ്സ് റോയൽ എൻഫീൽഡ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാർ ആൻഡ് മിറേഴ്സ് ഫ്രം റോയൽ എൻഫീൽഡ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാർ ആൻഡ് മിറേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് വണ്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ലുക്കിൻ്റെ കാര്യം ഒരുപാട് പറയണ്ട, ലെറ്റ്സ് സീ എങ്ങനെയുണ്ട് ഓടിക്കാമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ കയറിയിരുന്നുള്ള കാര്യം പറയാം. ഓടിക്കുന്നതിനേക്കാൾ മുമ്പിൽ ചെറിയ മോട്ടോർ സൈക്കിളാണ്. ഇപ്പോൾ എനിക്ക് ടിപ്ടോ ആണ്, എനിക്ക് എല്ലാ മോട്ടോർ സൈക്കിളും ടിപ്ടോ ആണ്. പക്ഷേ ഒരു റോയൽ എൻഫീൽഡ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഇരിക്കുന്നൊരു ഫീലൊന്നും കിട്ടില്ല. ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡുവൽ ക്രാഡിൽ ഫ്രെയിം ഇപ്പോൾ റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യണത് വളരെ വളരെ ബ്രില്യൻ മൂവ്മെൻറ്റാന്ന് പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ റോയൽ എൻഫീൽഡ് നെയിൽ ചെയ്യുന്നുണ്ട്. അതായത് അത്യാവശ്യം വെയിറ്റുള്ള വണ്ടി തന്നെയാണിത്, പക്ഷേ എന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടില്ല. ഇവൻ തോ നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ളൊരു റൈഡറാണ് പോലും ഈ വെയിറ്റ് നിങ്ങൾ ഒരിക്കലും ഇൻറ്റിമിഡേറ്റ് ചെയ്യില്ല. പിന്നെ ഓഫ് കോഴ്സ് സ്വിച്ച് ഗിയേഴ്സ്, റോട്ടറി സ്വിച്ച് ഗിയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ലോവർ വേർഷൻ ഉണ്ട്, അതിന് റോട്ടറി അല്ല, ബേസിക് സ്വിച്ച് ഗിയേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഷിറ്റ് ഓളായിക്കാതെ ഇവിടെ നമ്മുടെ സ്പീഡോമീറ്റർ ഉണ്ട്. ഇതിന് താഴെ മൈൽസ് പെർ അവർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്യൂൽ ഗേജ് ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ടോഗിൾ ചെയ്യണ ഗിയർ, ട്രിപ്പ് A, ട്രിപ്പ് B, ഓഡോമീറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഇതൊക്കെ ഉണ്ട്. എ ബിഗ് താങ്ക്സ് ടു കൈസൺ റോയൽ എൻഫീൽഡ് ഈ വണ്ടി തന്നതിനും റിവ്യൂ ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അയ്യോ അതിനു മുന്നേ റോയൽ എൻഫീൽഡ് അല്ലേ, എക്സോസ് നോട്ട്, മഴയോ. സോ എക്സോസ് നോട്ടൊക്കെ നമ്മൾ ആ ബേസ് ആയിട്ടുള്ള തമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടിക്കുന്ന റൈഡറിന് ശരിക്കും നല്ല രീതിയിൽ അറിയും കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ടേക്ക് യു ടേൺ ആൻഡ് ഗോ. സോ നല്ല രീതിയിൽ ട്രാഫിക്കും അതിൻ്റെ കൂടെ മഴയും കൂടി പെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് സീ ദിസ്, ബട്ട് എന്നാൽ പോലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, മഴയും കൂടിയാണല്ലോ. പവറിൻ്റെ കാര്യം പറയാം. അതായത് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഇത് ഓടിക്കാൻ പറ്റുമെന്ന്. ഒബ്വിയസ്ലി ഇത് ബിഗിനർ ആയിട്ടുള്ള ഒരു വണ്ടി ഓടിച്ച് പഠിച്ച ഒരാൾക്ക് ഇത് ഓടിക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ പവർ കർവ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലിയാണ്. ഒരു രീതിയിൽ ഇൻറ്റിമിഡേഷനും ഇല്ല. ഈവൻ ദോ ഇറ്റ്സ് 350cc ലോങ് സ്ട്രോക്ക് എഞ്ചിൻ. ടോർക്കൊക്കെ നമ്മൾ അറിയും കേട്ടോ, ഒട്ടും അറിയില്ല എന്നല്ല, അറിയും. അതായത് നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളങ്ങനെ പേടിപ്പിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ യൂസ്ഡ് ടു ആയിട്ടുള്ള ഒരു റൈഡർ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു മോട്ടോർ സൈക്കിളാണ് ഈ 100 എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഗിയർ ആയാലും സെക്കൻഡ് ഗിയർ ആയാലും എവിടെയായാലും നമുക്ക് ടോർക്ക്, ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാനുള്ള ടോർക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, ഒരു കുഴപ്പമില്ല. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്, പക്ഷേ ഒബ്വിയസ്ലി 100 ഈസ് എ ട്രാഫിക് മോട്ടോർ സൈക്കിൾ. അതായത് നിങ്ങൾ ഒരു ട്രാഫിക്കിനുള്ള ഒരു റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറയാം. അതായത് നിങ്ങൾ റോയൽ എൻഫീൽഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങളൊരു വലിയൊരു ട്രാഫിക് സിറ്റിയിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അത് ഇത്രയും വെയിറ്റുള്ളൊരു മോട്ടോർ സൈക്കിൾ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യമൊക്കെ ശോകമാവുമോ എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഈ 100. അതായത് ഹാൻഡിൽസ് വെരി വെൽ, വെരി സ്വീറ്റ്ലി ആക്ച്വലി. അതായത് 350cc ഒരു ഗൗരവമൊന്നുമില്ല ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്പെൻഷൻ ഇച്ചിരി ഓഫ് കോഴ്സ് ഇച്ചിരി സ്റ്റിഫാണ്, പക്ഷേ ഇറ്റ്സ് ഫോർ ഗിവിങ് ടു. അതായത് വൺ സ്റ്റിഫല്ല, ഇത് ഇച്ചിരി ഫോർ ഗിവിങ് ആണ്. ഷിറ്റ് മാൻ, എന്നാൽ മുമ്പിൽ ഒരാൾ നിർത്ത്, കണ്ടതുപോലില്ല അത്.
അത്ര സ്റ്റിഫല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ളതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, അതായത് അടി ഒരയോ എന്നുള്ളൊരു കാര്യം, അതായത് അടി ഒരിഞ്ഞു പോകുന്നു. പക്ഷേ ഇതിൻ്റെ വീൽ ബാലൻസ് അത്യാവശ്യം കുറവും സസ്പെൻഷൻ സ്റ്റിഫും ആയതുകൊണ്ട് ഒരുപാട് എന്താ പറയണ്ടേ, അതൊരു ടെക്നിക്കൽ കാര്യം, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് എന്താ പറയണ്ടേ, അടി ഒരയില്ല ആ ഒരു കാര്യം. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്നുള്ളൊരു ഇഷ്യൂ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഓഫ് കോഴ്സ് 50-ലൊക്കെ ഇട്ടിട്ട് വലിയ സീനില്ലാണ്ട് 40-ലൊക്കെ പോകാം, വലിയ സീനില്ല. അതായത് അതിൻ്റെ നോക്കിങ്ങിൻ്റെ ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ഞാനിത് ഷട്ടപ്പെട്ടെ പറഞ്ഞു പോകുന്നത് വേറെ ഒന്നുമില്ല. എൻ്റെ കൂട്ടുകാരുടെ വണ്ടിയുണ്ട്, ഓഫ് കോഴ്സ് ഞാനൊരു ലോങ് റൈഡ് റിവ്യൂ അല്ലെങ്കിൽ ഇവർ വണ്ടി ഒരു തവണ തരുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി നല്ല ലോങ് ഓടിച്ചിട്ട് നല്ല രീതിയിലൊരു റിവ്യൂയും കൂടി പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഷട്ടപ്പെട്ടെ നിങ്ങൾ അങ്ങ് എടുത്താൽ മതി. അതായത് ഗിയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലിക്കായിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ എവിടെയും എന്താ പറയുക നിന്നുമുള്ള, അതായത് ഒരു ക്ലങ്കിനെസ് ഒന്നും ഫീൽ ചെയ്യണില്ല. അതായത് സിമ്പിളായിട്ട് സ്ലിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഗിയർ ബോക്സ് നമ്മൾ ഇടുമ്പം വലിച്ചിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നല്ല രീതിയിലൊരു സ്ലിക്കായിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. അതിനൊരു കുഡോസ് ടു റോയൽ എൻഫീൽഡ്. കണ്ടാ, ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, വണ്ടി കയറുമ്പോൾ ആ ഒരു കയറി അങ്ങ് പോവും, നമുക്ക് ആ ഒരു കൺഫ്യൂഷനൊന്നും തരില്ല റോയൽ എൻഫീൽഡ്. ഞാൻ ചെന്നോട് നിർത്താൻ പറഞ്ഞ പോലീസുകാരൻ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്സ് ആണ്. ബ്രേക്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്സ് ആണ്, നല്ല കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രേക്സ് ആണ്. എവിടെയും ബ്രേക്ക് കുറവാണെന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പോൾ ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല, എൻ്റെ പുറകിൽ ഏതെങ്കിലും വണ്ടി വന്ന് ഇടിക്കും. അതാണൊരു കാര്യം. അതായത് ബ്രേക്സ് ഈസ് സ്വീറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് എവിടെ ഇപ്പോൾ ബാക്ക് ആയാലും ഫ്രണ്ട് ആയാലും നല്ല രീതിയിലൊരു കൺട്രോൾ വരുന്നുണ്ട്. ശരിക്കും റോയൽ എൻഫീൽഡ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അത് ബാക്കിനായിരിക്കും കുറച്ചുകൂടി അവരൊരു ബൈറ്റ് കൊടുക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഫ്രണ്ട് ബൈറ്റ് കൂടുതൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, ബട്ട് എനിക്കെപ്പോഴും വെയിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഒരു ബാക്ക് ബ്രേക്കിന് ഇച്ചിരി ഒരാക്കം ഇവർ കൊടുക്കാറുണ്ട്. ഇത് കുറച്ചുകൂടി ഫ്രണ്ട് ബ്രേക്ക് ബയാസ്ഡ് ആണ്. അതായത് ഫ്രണ്ട് ബ്രേക്ക് ബയാസ്ഡ് എന്ന് മാത്രമല്ല, രണ്ടിനും നല്ല രീതിയിൽ ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ടയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിയറിൻ്റെ ടയറാണ് വരുന്നത്, 17 ഇഞ്ചസ് ആണ്. നിങ്ങൾ യു ഹാവ് എ ലോട്ട് ഓഫ് ടയർ ഓപ്ഷൻസ്, നല്ല ഒരുപാട് ടയർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ 18 19 ഇഞ്ചസ് ഒന്നും അല്ലാതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ കട്ട് ചെയ്യേണ്ട. അതായത് അവിടെ ഉണ്ടാവും, ടയേഴ്സ് ഈസ് ദെയർ, ലൈക്ക് എ ലോട്ട് ഓഫ് ടയർ. നല്ല ടയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഹാൻഡിൽസ് വെൽ ഓഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കോർണേഴ്സൊക്കെ നല്ലോണം ആഘോഷിച്ച് പോകാൻ പറ്റിയ റോയൽ എൻഫീൽഡാണ്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി റോയൽ എൻഫീൽഡ് പ്രേമികൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗിഫ്റ്റാണെന്ന് വേണം പറയാം റോയൽ എൻഫീൽഡിൻ്റെ. നിങ്ങൾ എടുത്തോ, നിങ്ങൾ പൊളി മക്കളെ എന്ന് പറയുന്നതാണ്. അതാണ് ഈ ഹണ്ടർ എന്ന് പറയുന്നത്. ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ഇതൊന്ന് ഓടിക്കാൻ ഇച്ചിരി ടൈം എടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ്, ഈ വണ്ടി നിങ്ങൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങളൊരു ട്രാഫിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ യെസ്, യു ക്യാൻ ബൈ ദിസ് മോട്ടോർ സൈക്കിൾ. അതായത് ഒബ്വിയസ്ലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ മോട്ടോർ സൈക്കിൾ, ദിസ് ഈസ് എ വാല്യൂ ഫോർ മണി മോട്ടോർ സൈക്കിൾ ഫ്രം റോയൽ എൻഫീൽഡ് ടോട്ടലി. അതായത് 2,11,000 കണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് ഈസ് സോ ഗുഡ്. കണ്ടാൽ നല്ല രീതിയിൽ ടേണിംഗ് റേഡിയസും ഉണ്ട് കേട്ടോ. അതായത് വളയാതെ പ്രശ്നമില്ല, പെട്ടെന്ന് വിളക്കാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡ് ദാറ്റ്സ് പ്രെറ്റി ഹാൻഡിൽസ് വെൽ. അതാണ് ഈ വണ്ടി. നിങ്ങൾ ഈ മഴ കാരണം ലെൻസിൽ മഴ കയറി എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എനിവേസ് അതൊക്കെ തന്നെയാണ് കാര്യം. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ഒരു ലോങ് ടേമിന് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു റിവ്യൂ എടുക്കാം. കുറച്ച് ഓടിച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഒബ്വിയസ്ലി ഹീറ്റിങ്ങിൻ്റെ കാര്യം, എയർ കൂൾഡ് എഞ്ചിനാണ്. നല്ല രീതിയിൽ ട്രാഫിക് കിടന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൽക്കും. അതായത് കാല് ചെറിയ രീതിയിൽ അറിയും, ബട്ട് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ദോ, ലൈക്ക് എക്സ്പെക്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കണമെന്നാണെങ്കിൽ ജസ്റ്റ് കോൾ ദ കൈസൺ റോയൽ എൻഫീൽഡ് പീപ്പിൾ, ദേ വിൽ അസിസ്റ്റ് യു. നല്ല രീതിയിൽ എന്താ പറയണ്ടേ, നല്ല രീതിയിലൊരു കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ അവർ തന്നു. എന്നും വണ്ടികൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് ദിസ് ഈസ് മീ വെയിറ്റ് സെയിങ്. വീണ്ടും കാണാൻ വന്നിക്കാം. ടിൽ ദാൻ ബൈ ബൈ.